നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, ഗീതാഭാരതത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഗീതാഭാരതം ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഒരു ചർച്ചയാണ്. വ്യാസഭഗവാൻ ഭഗവത്ഗീതയിലെ തത്വരത്നങ്ങൾക്ക് കഥാരൂപത്തിലുള്ള ആവിഷ്കൃതി നൽകി. അതാണ് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന അത്യധികം ബൃഹത്തും മഹത്വമായിരിക്കുന്ന ഇതിഹാസകാവ്യം മഹാഭാരതം. ഗീതയിലെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം, അതാണ് നമ്മുടെ പഠന വിഷയം. ദൈവീ സമ്പത്ത് നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ആസുരീ സമ്പത്ത് മഹാഭാരത കഥയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദംഭോ ദർപ്പോ അതിമാനശ്ച. ആസുരീ സമ്പത്തിന്റെ പ്രത്യേകതകൾ ഒന്നൊന്നായിട്ട് വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നു. ദംഭം, ദർപ്പം, അതിമാനം, ക്രോധം, പാരുഷ്യം, ഇങ്ങനെ പോകുന്നു ഒരു നീണ്ട നിര. അതിൽ ദംഭത്തെയും ദർപ്പത്തെയും നാം പഠിച്ചു കഴിഞ്ഞു. അതിമാനത്തെക്കുറിച്ചുള്ളതായ പഠനം നാം ഇന്നലെ ആരംഭിച്ചു. ഇന്ന് അത് തുടരുന്നു. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉദ്യോഗപർവത്തിൽ നാം കാണുന്ന ഒരു സംഭവമാണ് അതിമാനത്തിന് നല്ല വിശദീകരണം നൽകുന്ന കഥാഭാഗം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നിരിക്കുന്ന ഭീഷ്മ പിതാമഹനോട് ദുര്യോധനൻ ചോദിക്കുന്നു, മറ്റെല്ലാ യോദ്ധാക്കളുടെയും മുന്നിൽ വച്ച് നമ്മുടെ പക്ഷത്തും ശത്രുപക്ഷത്തും ഉള്ള രഥികളെയും അതിരഥികളെയും എല്ലാം അങ്ങ് പരിചയപ്പെടുത്തി തരണം എന്ന്. ഭീഷ്മ പിതാമഹൻ ആദ്യം കൗരവപ്പടയിലുള്ള രഥികളെയും അതിരഥികളെയും എല്ലാം പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ അവരെയെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് തുടർന്ന് അദ്ദേഹം കർണന്റെ കാര്യം പറയും. കർണനെ അതിരഥികളുടെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുമെന്നായിരിക്കാം കർണൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. രഥികളുടെ കൂട്ടത്തിൽ പോലും ഭീഷ്മൻ പെടുത്തിയിട്ടില്ല. ഭീഷ്മൻ പറഞ്ഞു, അനേകം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, കർണൻ അതിരഥിയല്ല, രഥി പോലുമല്ല,
പിന്നെയോ അർദ്ധരഥി മാത്രമാണ്. അതിന്റെ കാരണങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അത് കേട്ടപ്പോഴേക്കും കർണന് ഉണ്ടായതായ മാനസികമായ വിക്ഷോഭം അത് പരിധിയില്ലാത്തതായിരുന്നു. ഈ ലോകം കണ്ട വലിയ വില്ലാളിയാണ് താൻ എന്ന് അഹങ്കരിക്കുന്ന ആളാണ് കർണൻ. തന്നെ അതുകൊണ്ട് തന്നെ ഏവരും ആ നിലയിൽ ആദരിക്കണം. താൻ രാജാവാണ്, അംഗരാജാവാണ്, ഹസ്തിനാപുരത്തെ രാജാവായിരിക്കുന്ന ദുര്യോധനന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അങ്ങനെ അധികാരവും സമ്പത്തും ഏറെ കൈവശമുള്ളയാളാണ്. ഏറ്റവും വലിയ വില്ലാളി ദ്രോണ ശിഷ്യനാണ്, പരശുരാമ ശിഷ്യനാണ്. അതിനാൽ ഏവരും തന്നെ ബഹുമാനിക്കണം എന്ന് നിരന്തരം കരുതുകയും പ്രവൃത്തികളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഒക്കെ വെളിവാക്കുകയൊക്കെ ചെയ്യുന്ന കർണന് ഏവരുടെയും മുന്നിൽ വെച്ച് താൻ അർദ്ധരഥി മാത്രമാണ് എന്ന് ഭീഷ്മൻ പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് അതിമാനിത. തന്റെ സമ്പത്ത്, അധികാരം, സ്ഥാനമാനം, വിദ്യാഭ്യാസം, തന്റെ കഴിവുകൾ, തന്റെ യുദ്ധ നൈപുണി, തന്റെ ബലം ഇത്യാദികൾ കൊണ്ട് താൻ ആരെക്കാളും സമുന്നതനാണ് എന്നുള്ള ഗർവം, അതാണ് അതിമാനം. അത് ഉടനെ തന്നെ കർണന്റെ വാക്കുകളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. കർണൻ അതിനു മുമ്പ് ഭീഷ്മപിതാമഹൻ കർണനെ പല പ്രകാരത്തിൽ പല സന്ദർഭങ്ങളിൽ വെച്ച് വഴക്ക് പറയുമ്പോഴേക്കും അതിനൊന്നിനും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴിതാ കർണൻ പ്രതികരിക്കാം. കാരണം ഇതെല്ലാം കർണന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. കർണൻ ഭീഷ്മനോട് വളരെ ക്ഷോഭിച്ചുകൊണ്ടാണ് പിന്നെ സംസാരിക്കുന്നത്. കർണൻ ഭീഷ്മനോട് പറഞ്ഞു, ഇതുവരെ ഞാൻ എല്ലാം സഹിച്ചു, പക്ഷെ ഇനി സഹിക്കുക വയ്യ. ഭവാൻ അർദ്ധരഥോ മഹ്യം മതോ വൈ നാത്ര സംശയ സർവസ്സ ജഗതശ്ചൈവ ഗാംഗേയോ ന മൃഷാവദേത് ഭവാൻ അർദ്ധരഥോ മഹ്യം മതോ വൈ നാത്ര സംശയ സർവസ്യ ജഗതശ്ചൈവ ഗാംഗേയോ ന മൃഷാവദേത്. അങ്ങ് ഞാൻ അർദ്ധരഥനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന അവസരത്തില് ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും എന്നെ അർദ്ധരഥൻ എന്ന് കരുതും. രഥനായിട്ട് പോലും, രഥിയായിട്ട് പോലും കരുതുകയില്ല. അതിനേക്കാളേറെ വളരെ താഴെക്കിടയിലുള്ള വില്ലാളിയാണ് എന്ന് കരുതും. എന്തുകൊണ്ടെന്നാൽ യുദ്ധത്തെക്കുറിച്ച്, അഭ്യാസ പാടവത്തെക്കുറിച്ച്, മികവുകളെക്കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് ഭീഷ്മൻ. അദ്ദേഹം പറയുന്ന വാക്കുകൾ പരിപൂർണമായ വിലയിരുത്തലിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അബദ്ധമായി തീരില്ല. എല്ലാവരും പൂർണ്ണമായിട്ടും ഗംഗാദത്തനെ കുറിച്ച്, ഗാംഗേയനെ കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത് അദ്ദേഹം ന മൃഷാവതേത്, ഒരിക്കലും കള്ളം പറയില്ല, തെറ്റായിട്ട് പറയില്ല, അടിസ്ഥാനമില്ലാതെ പറയില്ല. ലോകത്തിന്റെ മുന്നിൽ ഞാൻ ഇപ്പോൾ അപഹാസ്യനാക്കപ്പെടുന്നു. എനിക്ക് ഉള്ളതായ സ്ഥാനവും മഹിമയുമെല്ലാം അല്ലയോ ഗംഗാദത്ത, അങ്ങയുടെ വാക്കുകളാൽ നഷ്ടമായി തീരുന്നു. ഗുരുണാമഹിതോ നിത്യം നച രാജാവബുദ്ധ്യത്തെ. ദുര്യോധനോട് പറയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങ് ശ്രദ്ധിക്കുന്നില്ല ഈ ഭീഷ്മൻ ഏതു തരക്കാരനാണ് എന്ന്. ഭീഷ്മൻ ഓരോ നിമിഷവും എന്താണ് ചെയ്യുന്നത് എന്ന് അങ്ങ് ശ്രദ്ധിക്കുന്നില്ല, അങ്ങ് മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നുമില്ല. പണ്ട് മുതൽ തന്നെ ഭീഷ്മൻ അങ്ങയുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. ഇഷ്ടത്തിന് വിപരീതമായിട്ട് മഹാരാജാവിനെ ഉപദേശിക്കുമായിരുന്നു. ദുര്യോധനന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം ഭീഷ്മൻ നേരെ വിപരീതമായിട്ടാണ് നിന്നിട്ടുള്ളത്.
അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയും. ദുര്യോധനന്റെ ഇഷ്ടങ്ങളെല്ലാം ലോകത്തിന് അപായകരമാണ്. എങ്ങനെ പാണ്ഡവന്മാരെ വിപത്തിൽപ്പെടുത്താം, ഇതാണ് ദുര്യോധനന്റെ നിരന്തര ചിന്ത. കൂട്ടുകാരുടെയും അങ്ങനെ തന്നെ ചിന്ത. അത്തരം കാര്യങ്ങളാണ് തന്റെ ഇഷ്ടമായിട്ട് ദുര്യോധനൻ അനുവാദത്തിനു വേണ്ടി അച്ഛന്റെ മുന്നിൽ, മഹാരാജാവിന്റെ മുന്നിൽ, ധൃതരാഷ്ട്രന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ധൃതരാഷ്ട്രനെ ഈ ദുര്യോധനന്റെ ആഗ്രഹത്തിന്റെ വിപത്ത് എന്താണ് എന്ന് കേൾപ്പിച്ച് ഭീഷ്മൻ തടയും. പക്ഷേ അതെല്ലാം ദുര്യോധനന്റെ നിർബന്ധത്തിന്റെ മുന്നിൽ ധൃതരാഷ്ട്രൻ അംഗീകരിക്കുന്നത് നാം കാണും. ഇത്രയും കാലം അദ്ദേഹം അങ്ങയ്ക്ക് വിപരീതം ആചരിച്ചു. ഇപ്പോഴിതാ ഏറ്റവും നിർണായകമായ സമയം, യുദ്ധം മുന്നിലെത്തി നിൽക്കുന്നു. ആ അവസരത്തിൽ ഈ ഭീഷ്മൻ കുരുക്കൾക്ക് അഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കുരുണാമഹിതോ നിത്യം. കുരുക്കൾക്ക് ഭാവിയിൽ വളരെയേറെ ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്. അങ്ങേരുടെ ഇപ്പോഴത്തെ വാക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കും നമ്മുടെ ഈ യുദ്ധവിജയത്തിനെ വിപരീതമായി ബാധിക്കും. അദ്ദേഹം ഈ അവസരത്തിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ ഉള്ളിൽ ഭിന്നിപ്പുളവാക്കാനും പരസ്പരം അവിശ്വാസമുളവാക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്ങയുടെ പരാജയത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ്.